കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് CPM-നുള്ളിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കടുത്ത ആഭ്യന്തര ഭിന്നതയാണ് പുകയുന്നത്. പിണറായി വിജയന്റെ നിലപാടുകളെ പരസ്യമായി ചോദ്യം ചെയ്തുകൊണ്ട് കണ്ണൂരിലെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ രംഗത്തെത്തിയത് രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിക്കുകയാണ്. പാർട്ടിയിലെ ഈ അസാധാരണ ഭിന്നാഭിപ്രായങ്ങളിലും പരസ്യ പ്രതികരണങ്ങളിലും പിണറായി വിജയൻ കടുത്ത അസംതൃപ്തി രേഖപ്പെടുത്തിയതായാണ് വിവരമെങ്കിലും EP ജയരാജൻ, KK ശൈലജ, PK ശ്രീമതി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ തങ്ങളുടെ മുൻ നിലപാടുകളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ്. അതിനിടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന് പിന്തുണ ആവർത്തിച്ച് MP ഗോവിന്ദനും രംഗത്തെത്തിയതോടെ CPM-ലെ ചേരിതിരിവ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. CPM-ന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ ഒരു കാലത്ത് പിണറായി വിജയന്റെ ഏറ്റവും വലിയ കരുത്തും പ്രതിരോധവുമായിരുന്നെങ്കിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ആദ്യമായാണ് കണ്ണൂർ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് തന്നെ പിണറായിയുടെ നേതൃത്വങ്ങൾക്കെതിരെ ഇത്ര ശക്തമായ വിയോജിപ്പുകൾ ഉയരുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ ഓഹരി കൈമാറ്റവും അതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളും കേവലം ഒരു നിമിത്തം മാത്രമാണെന്നും പാർട്ടിക്കുള്ളിൽ നാളുകളായി പുകയുന്ന അസംതൃപ്തിയുടെ പുറത്തുവരലാണിതെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. MP ഗോവിന്ദനും പിണറായിയും വിഴിഞ്ഞത്തെ മുൻനിർത്തി മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ EP ജയരാജൻ എന്തിനാണ് അഭിമാന പദ്ധതിയെ വിവാദത്തിലാക്കുന്നത് എന്ന മറുചോദ്യം ചോദിക്കുന്നു. MP ഗോവിന്ദൻ പിണറായി ടീമിനൊപ്പം താൻ ഇല്ലെന്ന് പറയാതെ പറയുകയാണ് EP ജയരാജൻ. എന്നാൽ ഇതേ വിഷയത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയുണ്ടായിരുന്ന മുതിർന്ന IAS ഉദ്യോഗസ്ഥയെ പെട്ടെന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട് KK രാജേഷ് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതിയും KK ശൈലജയും രംഗത്തെത്തിയത്. IAS ഉദ്യോഗസ്ഥയുടെ മാറ്റത്തിൽ യാതൊരുവിധ ദുരൂഹതയും ഇല്ലെന്ന് തുറന്നടിച്ച PK ശ്രീമതി രാഗേഷിന് എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടെങ്കിൽ അത് രാഗേഷ് തന്നെ തെളിയിക്കട്ടെ എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. രാഗേഷ് തന്നെ തെളിയിക്കട്ടെ എന്ന് വ്യക്തമാക്കിയതും KK ശൈലജ രാഗേഷിന്റെ നിലപാടുകളെ തള്ളിപ്പറയുന്നതും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കം എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നു. കേരളത്തിലെ സമകാലീന നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയാണ് പാർട്ടിയെ ഇത്തരമൊരു ആഭ്യന്തര കലഹത്തിലേക്ക് നയിച്ച പ്രധാന ഘടകം. മുൻപൊക്കെ പാർട്ടിയിൽ എന്തെങ്കിലും ഭിന്നത ഉണ്ടായാൽ ഭരണസ്വാധീനവും പാർട്ടി അച്ചടക്കത്തിന്റെ വാളും ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്താൻ നേതൃത്വത്തിന് കഴിയുമായിരുന്നെങ്കിൽ ഭരണം നഷ്ടപ്പെടുകയും ജനപിന്തുണ കുറയുകയും ചെയ്തതോടെ നേതാക്കളെ പിടിച്ചു നിർത്താൻ അച്ചടക്ക നടപടികൾക്ക് സാധിക്കാതെ വന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് കണ്ണൂർ നേതാക്കളായ MP ഗോവിന്ദനും വ്യത്യസ്തമായ തട്ടുകളിൽ നിന്ന് പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞതും തോൽവിയുടെ ഉത്തരവാദിത്വം ആരുടെ തലയിൽ കെട്ടിവെക്കണമെന്നതിനെ ചൊല്ലി വലിയ തർക്കങ്ങൾ നടക്കുന്നതും ഭരണപക്ഷത്തിനെതിരെ ഒരൊറ്റക്കെട്ടായ നിലപാട് സ്വീകരിക്കാൻ പോലും CPM-ന് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യവും വെളിവാകുന്നു. പാർട്ടിയിലെ ഈ ആഭ്യന്തര പുകച്ചിലുകൾക്കിടയിലാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താനായി CPM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ 3 ദിവസങ്ങളിലായി ആരംഭിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിയിൽ പെട്ടെന്നൊരു നേതൃത്വമാറ്റം ചർച്ചയാകില്ലെന്നാണ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളെങ്കിലും കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഉണ്ടായ ഗുരുതരമായ പാളിച്ചകൾ കേന്ദ്ര കമ്മിറ്റിയിൽ കടുത്ത വിചാരണയ്ക്ക് വിധേയമാകുമെന്ന് ഉറപ്പാണ്.